ഇന്ന് ഞാനൊരു ബീഫ് ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൺഡേ അല്ലേ, അപ്പോൾ ഒരു ബിരിയാണി ആവാമെന്ന് വെച്ച് നോക്കിയപ്പം ബീഫുണ്ട്. അപ്പം വീട്ടിൽ കുറച്ച് ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഒരു സിമ്പിൾ ബിരിയാണിയാണ്. വലിയ ഹൈഫൈ എന്നൊന്നും തന്നെ പറയാൻ പറ്റില്ല. നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. പക്ഷേ അതിന് വേണ്ട സാധനങ്ങൾ ഞാനിപ്പോൾ പറയാം. ബീഫ് 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. അത് കണ്ടല്ലോ. ഇങ്ങനെ അതിനെ ഓരോ പീസായിട്ട് മുറിച്ചെടുത്തേക്കുക. ഇത് 1/2 കിലോ ക്ലീൻ ചെയ്തത്. അതിന് വേണ്ടുന്ന പച്ചമുളക് 3 എണ്ണം, ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, എൻ്റേത് അത് 2 പീസായി പോയി, 2 ഇഞ്ച് നീളം, പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് റഫായിട്ടൊന്ന് ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടിയത് അതിന് ചേർക്കേണ്ട മസാലപ്പൊടികളാണ്. ഇത് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് എല്ലാം 1/2 ടീസ്പൂണ്. ഗരം മസാല 1 ടീസ്പൂണും. 1/2 കിലോ ഇറച്ചിക്കുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പം നമുക്ക് ആദ്യം ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിനെ ഒന്ന് ചതച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ ചതച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ ഒരു ഗാർഡൻ ടൂർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ എൻ്റെ തോട്ടത്തിലെയാണ്. അതുകൊണ്ട് അതിനെ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ചുമ വരുന്നു. നല്ല എരിയുള്ള മുളകാണ്. ഈ ടൊമാറ്റോയും എൻ്റെ ഗാർഡനിലെയാണ്. അപ്പം നമുക്കിതിനെ മാരിനേറ്റ് ചെയ്ത് തുടങ്ങാം. ഒരു കുക്കർ എടുക്കുക. ഇതിപ്പം എത്ര ലിറ്റർ ആണെന്ന് നോക്കിക്കോട്ടെ. 4. ഇതൊരു 4 ലിറ്ററിൻ്റെ കുക്കറാണ്. കണ്ടല്ലോ, ഞാൻ ഈ വലിയ കുക്കർ എടുക്കുന്നത്. അപ്പം ഇതിനകത്ത് തന്നെ പിന്നെ നമുക്ക് ചോറും വേവിച്ചിട്ടിട്ട് ഈ ബിരിയാണി അങ്ങ് ദം ചെയ്യാം. അപ്പം മാരിനേറ്റ് ചെയ്ത് ഈ കുക്കറിൽ തന്നെ വെച്ചാൽ മതി. അപ്പം നമ്മുടെ ഇറച്ചിയെല്ലാം അതിനകത്തോട്ട് ഇടുകയാണ്. നമ്മൾ ചതച്ച് വെച്ചേക്കുന്നതൊക്കെ ഇട്ടു. നമ്മുടെ പൊടികൾ ഗരം മസാല, കുരുമുളക്, മല്ലി, മുളക്, മഞ്ഞൾ. ഈ ഗരം മസാലയൊക്കെ ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്, ഒന്നും വാങ്ങിച്ചതല്ല. ഇനി അയ്യോ ചുമ പോകുന്നില്ല മുളകിൻ്റെ 1/4 കപ്പ്. ഇതൊരു 1/4 കപ്പാണ് അളവ്. പക്ഷെ 1/4 കപ്പ് ഫുള്ള് വേണ്ട. അതിലൊരു ഇച്ചിരി കുറവ് തൈര്, വലിയ പുളിയില്ലാത്ത തൈര്, അതും ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഇനിയും വേണ്ടിയത് ഒരു 1.5 ടീസ്പൂൺ നാരങ്ങാനീര്, 1.5 ടീസ്പൂൺ. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ നല്ലപോലെ ആ ഇറച്ചിയിൽ ഇളക്കി പിടിപ്പിക്കണം.
ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട, ബീഫായതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങും. ഇത് കാണാമല്ലോ, എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മാറിനേറ്റ് ചെയ്തത് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇറച്ചി നമ്മളിത് കുക്കറിലെല്ലാം വേവിച്ചു. അത് ചെറിയ ചൂടുണ്ട് ഇപ്പോഴും. ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം തീ നല്ലപോലെ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 4 വിസിലും കൂടി ഊതിയിട്ടുണ്ട്. ഞാനപ്പോൾ തുറന്ന് നോക്കി, ഇറച്ചി വെന്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും വാങ്ങിക്കുന്ന ബീഫിൻ്റെ അനുസരിച്ചിരിക്കും. ചിലപ്പം വേവിനൊക്കെ ഇത്തിരി വ്യത്യാസം വരെ. എന്നാലും 5 വിസിൽ, ഞാനിപ്പോൾ 4 ഊതിച്ചിട്ടുള്ളൂ. 5 വിസിൽ മാക്സിമം മതി ലോ ഫ്ലെയിമിൽ. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, ലോ ഫ്ലെയിമിൽ 5 വിസിൽ. അതുകൊണ്ട് അത് പാകത്തിന് വേവും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ കുക്കർ. നമുക്കിനി അതിൻ്റെ റൈസിനുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത് മസാലകൾ, കാഷ്നട്ട്സ്, റേസിൻസ് ഇതെല്ലാം വറുത്തിട്ട് അതിനകത്ത് തന്നെയാണ് നമ്മൾ ചോറ് വേവിക്കുന്നത്. ദം ചെയ്യുന്നത് കുക്കറിൽ. നമുക്ക് അടുപ്പ് ഇൻ ദ മീൻ ടൈം ഈ വേവിക്കാനുള്ള അരി ഞാൻ അളന്ന് കഴുകി 20 മിനിറ്റ് കുതിർത്തിട്ട് ഊറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ വേവിക്കാൻ ഇടുമ്പോൾ ഒട്ടും വെള്ളം അതിലുണ്ടാവരുത്, കാരണം ഈ വെള്ളത്തിൻ്റെ കണക്കൊക്കെ മാറിപ്പോവും. 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് ഊറ്റി വെച്ചിരിക്കുകയാണ്. പാത്രം ചൂടായിട്ടുണ്ട്. കുറച്ച് ഞാൻ ഇത് ടേബിൾ സ്പൂണാണ് ഇത് ഞാൻ ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. രണ്ട് സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കാം. ഇതിനകത്തിട്ട് ഒരു 6 കാഷ്യൂനട്ടാണ് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്തേക്കുകയാണ് ചെറിയ പീസസ് ആയിട്ട്. ഇതിനെ ഒന്നൊരു കാണാമല്ലോ അല്ലേ, ഒരു ബ്രൗൺ നിറമാകുമ്പോൾ അതിനെ കോരിയെടുക്കണം. കോരിയെടുക്കുന്നതിന് മുമ്പ് ഇതിനകത്തൊരു 10 ഉണക്കമുന്തിരി റേസിൻസ് കൂടി ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ വീർത്തിങ്ങി വരും മുന്തിരിങ്ങ. അപ്പം നമ്മളതിനെ കോരിയെടുക്കും. അത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇതിനകത്ത് 3 സവാള, മീഡിയം സൈസ് 3 സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഇനി ഇതിലേക്കിട്ട് വറുത്ത് ബ്രൗൺ കളറാകുന്ന വരെ വറുത്ത്. ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നല്ല ബ്രൗണായി മൂപ്പിച്ചെടുക്കണം. ഉള്ളിയെല്ലാം കോരിയെടുത്തു.
അതിനകത്ത് ബാക്കി കുറച്ച് എണ്ണയും നെയ്യും ഉണ്ട് നമ്മൾ ഉള്ളി വറുത്തത്. അതിൽ കുറച്ച് നമ്മൾ ഒരു 2 സ്പൂൺ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ബാക്കി ഇതിനകത്തുള്ളതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഹോൾ മസാല ഇടാം. ബേ ലീഫ് അത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ഇടുന്നത്, അല്ലെങ്കിൽ ഒരു വലുത് മതി. ഒരു 6 ഗ്രാമ്പു, 4 ഏലക്ക, 1 ഇഞ്ച് നീളത്തിലൊരു പട്ടയുടെ കഷ്ണം, ഒരു 5-6 കുരുമുളക്. ഇതൊരു പൊട്ടുന്നുണ്ട്. തീ ഞാൻ കുറച്ചാണ് വെച്ചേക്കുന്നത്. അത് വഴന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം, അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം, ഈ കപ്പിനാണ് അരി എടുത്തേക്കുന്നത്. ഇത് 3 കപ്പ് എടുത്തു. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ 4.5 കപ്പ് വെള്ളം അത് ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക. ഒരു അരമുറി നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. ഇത് ഇച്ചിരി വലിയ നാരങ്ങ ആയതുകൊണ്ട് അത് മുഴുവൻ ഞാൻ പിഴിയുന്നില്ല. അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒന്ന് നോക്കണം, അരി ഫുള്ള് വെന്ത് കഴിയുന്നതിന് മുമ്പ്. നമ്മൾ ഇറച്ചിക്കകത്തൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, സവാള വറുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കൂടിപ്പോകരുത്. ഒരു 2 തണ്ട് സാഫ്രോണാണ് ഞാൻ ഇട്ടത്, കുങ്കുമപ്പൂ, കാശ്മീരിൽ നിന്ന് വാങ്ങിച്ച കുങ്കുമപ്പൂ. ഞാൻ ഈ രമ്പയില പറിക്കാൻ പോയതാണ്, അത് പറിച്ച് വെക്കാൻ മറന്നുപോയി. ഇത് ബിരിയാണി ലീഫ് എന്ന് പറയും, രമ്പയിലെന്നും പറയും. എൻ്റെ കഴിഞ്ഞ വീഡിയോ, ഗാർഡൻ ടൂർ വീഡിയോയിൽ ഞാൻ ഈ ചെടി കാണിച്ചിട്ടുണ്ട്. ഇത് ഈ ബിരിയാണി അരിയൊക്കെ വേവിക്കുമ്പം ഇതിനകത്തിട്ടാൽ നല്ല മണമാണ് ചോറിന്. ഇതിനെ വെറുതെ ഇങ്ങനെ കെട്ടി അങ്ങിടുക. ഇത് ചോറ് വെന്ത് കഴിയുമ്പോൾ ഇത് എടുത്ത് കളയണം. അരി 3 കപ്പ് അരി കഴുകി 20 മിനിറ്റ് സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഇതിലേക്കിടുക. അരിയിലൊട്ടും വെള്ളം ഉണ്ടാകരുത്, കാരണം വെള്ളത്തിൻ്റെ കണക്കൊക്കെ മാറിപ്പോവും. അരി സോക്ക് ചെയ്യുന്നത്
സോക്ക് ചെയ്യാതെയും ഉണ്ടാക്കാൻ ബിരിയാണി. സോക്ക് ചെയ്യുന്നത് ചോറിച്ചൂടൊന്ന് പൂ പോലിരിക്കുന്ന ചോറെന്ന് പറയത്തില്ലേ, അങ്ങനെ കിട്ടും. അതിനാണ് നമ്മൾ സോക്ക് ചെയ്യുന്നത്. എൻ്റെ രമ്പേല അഴിഞ്ഞു പോയി, കിട്ടുമുറുകിയില്ല. ഓക്കെ, ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഹൈ ഫ്ലെയിമിൽ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ മാക്സിമം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വെള്ളം പറ്റുന്നവരെ അത് വേവിക്കുക. വെന്തൊന്നും പോകത്തില്ല. ഈ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അല്ലെ ഗ്ലാസ് എന്ത് പാത്രത്തിൽ അളക്കുന്നോ അതിൻ്റെ 1.5. ഫോർ 1 ഗ്ലാസ് ഓഫ് റൈസ് 1.5 ഗ്ലാസ് ഓഫ് വാട്ടർ. അത് എന്ത് പാത്രമാണേലും. ഈ 3 ഗ്ലാസ് അരി ശരിക്കും 1/2 കിലോ ഉണ്ട്. ഞാൻ 1/2 കിലോ ഇറച്ചിക്ക് 1/2 കിലോ അരിയാണ് ഇടുന്നത്. പക്ഷെ കിലോയുടെ കണക്ക് പറഞ്ഞാൽ നമുക്ക് വെള്ളം അളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കപ്പിൽ അളന്ന് കാണിച്ചത്. നല്ലപോലെ ഒരു തിള വന്ന് കഴിയുമ്പം ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് എപ്പോഴും ഇച്ചിരി ചോറ് വേവിക്കുമ്പോൾ ഇച്ചിരി മുമ്പോട്ട് നിൽക്കണം, എങ്കിലേ കാണത്തുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ ഒരു പിടി അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കും. ബാക്കിയൊക്കെ നമ്മൾ ദം ചെയ്യുമ്പോഴായിട്ട് സ്വല്പം പുതിനയില, സ്വല്പം മല്ലിയില. എന്തൊക്കെ ഇല ഇതിനകത്തിട്ടു? മല്ലി, പുതിന, രമ്പയില, പിന്നെ കുറച്ച് ഉള്ളി വറുത്ത്. നല്ല തിള വന്നു, നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലേക്കാക്കണം. അതവിടെ ഇരുന്ന് വേവട്ടെ. ചോറവിടെ മറ്റേ അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുക്കർ തുറന്നപ്പോൾ ഇപ്പോൾ ഇച്ചിരി വെള്ളമുണ്ട് അതിനകത്ത്. ഇത്രയും വെള്ളം വേണ്ട. ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിച്ച ബീഫായത്, അതിനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളമായത്. അപ്പോൾ ഇത് സ്വല്പം കൂടി ഒന്ന് പറ്റിക്കണം. ഇനി അഥവാ നിങ്ങൾ വേവിക്കുന്ന ഇറച്ചിക്കകത്ത് വെള്ളം ഇല്ലെങ്കിൽ 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം ഇങ്ങോട്ട് ഒഴിക്കണം. ഇതിപ്പം ഇതിന് ഗ്രേവി ഉള്ളതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകണം. മുഴുവൻ പറ്റിക്കുകയല്ല, ഒന്ന് കുറുകുന്നവരെ. അപ്പം ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിയും പുതിനയും ഇട്ടിട്ടുണ്ട്. അതും കൂടെ കിടന്ന് ഒന്ന് വെള്ളം പറ്റിട്ട് ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയില്ലേ, അതിൻ്റെ ഒരു 3/4 ഭാഗം ഈ ഇറച്ചിക്കകത്ത് ഇട്ട് കൊടുക്കണം. ഇപ്പം കണ്ടോ, നമ്മൾ കോരിയപ്പം അത്ര ക്രിസ്പായിട്ട് തോന്നിയില്ലേ? ഇപ്പം കണ്ടോ, നല്ല അതാണ്. ഒത്തിരി മൂക്കുന്നവരെ നമ്മൾ ഉള്ളി വെച്ചുകൊണ്ടിരിക്കരുത്, വേഗം എടുക്കണം. ഇനിയിപ്പോൾ ഈ ഉള്ളിയിൽ അതിൻ്റെ ഒരു 3/4 ഭാഗം ഇതിനകത്തോട്ട് ഇടുകയാണ്, ഈ ഇറച്ചിക്കകത്ത്. ബാക്കി നമ്മൾ ദം ചെയ്യാൻ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കും.
ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാല. ഇത് ഞാൻ പൊടിച്ച് വച്ചേക്കുന്നതല്ല, ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല ഇതിടണമെന്നൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ ഗരം മസാല മാത്രം മതി. ഇതിന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഇച്ചിരി ഇട്ടെന്നേ ഉള്ളൂ. ഇട്ടുകൊണ്ടും കുഴപ്പമില്ല, ഇട്ടില്ലേലും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം പറ്റി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. പാകത്തിന് ഗ്രേവി കുറുകിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പറ്റരുത് കേട്ടോ. നമുക്ക് നമ്മുടെ ചോറ് എത്തായെന്നൊന്ന് നോക്കാം. നമ്മുടെ ചോറ് വെള്ളമൊക്കെ പറ്റി പാകത്തിന് വെന്തിട്ടുണ്ട്. കാണാമല്ലോ, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാനിട്ട ആ രമ്പയുടെ ഇലയൊക്കെ ഞാനിങ്ങെടുത്ത് കളഞ്ഞു. ഇനി നമ്മൾ ദം ചെയ്യാൻ വെക്കുകയാണ്. കുക്കറിനകത്ത് കുക്കറിലെ ഇറച്ചിയാണ് അതിൻ്റെ ബേസ്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ചോറിട്ട് കൊടുക്കും. ചോറ് നമ്മൾ അമർത്തി താത്തിയൊന്നും വെക്കരുത്, ഇങ്ങനെ ഒന്ന് വിതറിയേ ഉണ്ടാവും. ആ സാഫ്രോൺ കുങ്കുമപ്പൂ ഇട്ടതിൻ്റെയാണ് അവിടെ ഇവിടെയൊക്കെ ഈ മഞ്ഞ കാണുന്നത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്തി വെച്ചിരിക്കുന്നത് കാഷ്യൂവും മുന്തിരിങ്ങയും ഇട്ടു. കുറച്ച് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തേക്കുവാണ്. ഇനി ദം ചെയ്തിട്ട് നമ്മൾ തീ കത്തിച്ച് വെക്കും. ഉള്ളി വറുത്തതിട്ടു, സ്വല്പം മല്ലിയില, സ്വല്പം പുതിനയില, വീണ്ടും ലെയറിങ്, ആ സെയിം പ്രോസസ്. ചോറിടുക. സെയിം റിപ്പീറ്റ് ചെയ്യുകയാണ് ആ പ്രോസസ്സ് എല്ലാം. വറുത്തുള്ളിയെല്ലാം ഫുള്ളും തീർന്നു, ഇട്ട് കഴിഞ്ഞു. നമ്മുടെ മുന്തിരിങ്ങയും കാഷ്യൂ നട്ട്സും സ്വല്പം മല്ലിയില, സ്വല്പം പുതിനയില. ഓക്കെ, അപ്പം ദാറ്റ്സ് ഇറ്റ്, ഡൺ. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതിനെ ദം ചെയ്യാൻ വെക്കാം. ഒരു പഴയൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടായി, ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായി. തീ ഇനി മാക്സിമം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ കുക്കറ് അതിൻ്റെ മേളിൽ വെക്കുക.
വെയിറ്റ് ഒന്നും ഇടരുത്. അതിൻ്റെ മുകളിൽ വെച്ച് ഒരു 15 മിനിറ്റ്സ് ദം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കുക്കർ തുറക്കാവൂ. ഈ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടാണ് നമ്മൾ കുക്കർ വെച്ചേക്കുന്നത്. അപ്പോൾ അതവിടെ ഇരുന്ന് ദം ആവട്ടെ. നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുന്നു. ദം ചെയ്ത് കഴിഞ്ഞ് ഒരു 25 മിനിറ്റ്സോളമായി കഴിഞ്ഞാണ് ഞാനിപ്പം തുറന്നേക്കുന്നത്. നല്ല പാകത്തിന് ചോറൊക്കെ നല്ല രസമായിട്ടിരിക്കുന്നു. ഇനി ഇത് നമുക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. ഓക്കെ, ബിരിയാണി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം. പീസ് ഇതിൻ്റെ മസാലയും ചോറും എല്ലാം കൂടെ നല്ല മണമാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ സൺഡേ സ്പെഷ്യൽ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളത് വിളമ്പുമ്പോൾ എപ്പോഴും ഞാൻ കാണിച്ചു തരാമേ. ഇങ്ങനെ കട്ട് ചെയ്ത് വിളമ്പണം, താഴോട്ട് കാരണം അടിയിലാണല്ലോ ബീഫൊക്കെ. മേളിൽ നിന്ന് വിളമ്പിയ ചോറ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ അടിയിൽ ചേർത്ത് വിളമ്പണം. ഓക്കെ, അപ്പം ബീഫ് ബിരിയാണി റെഡി. വളരെ ടേസ്റ്റിയായ ഒരു ബിരിയാണിയാണ്. ഈ റെസിപ്പി നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇത് എൻ്റെ വീട്ടിലെ വളരെ സ്പെഷ്യൽ, ചിക്കനിലും ഇഷ്ടം എല്ലാവർക്കും ഇതാണ്. ഓക്കെ, ബൈ. അടുത്ത റെസിപ്പിയുമായിട്ട് ഉടനെ നമ്മൾ വരുന്നതായിരിക്കും.